ഉമറേ, നിനക്കെന്താണ് ഉറപ്പുള്ളത്? ആ കത്ത് തിരിച്ചയച്ചു ഖജനാവിന്റെ കാവൽക്കാരൻ. സഹോദരങ്ങളെ, ഇതെവിടെയാ പറയുക? തനിക്ക് വിളമ്പിയ ചമ്മന്തിയിൽ ഉപ്പ് കുറഞ്ഞതിന്റെ പേരിൽ കേരള ഹൗസിലെ പാചകക്കാരനെ പിരിച്ചുവിട്ട ആളുകൾ നാട് ഭരിച്ച നാട്ടിലാണ് ഞാൻ ഈ വർത്തമാനം പറയുന്നത്. ആ സമയത്ത് ചമ്മന്തിക്ക് ഉപ്പ് കുറഞ്ഞതിന്റെ പേരിൽ കുശിനിക്കാരനെ പിരിച്ചുവിട്ട ആളുകൾ കേരളം ഭരിച്ച നാട്ടിലാണ് ഞാൻ ഈ കഥ പറയുക. ആ കത്ത് കിട്ടിയ ഉടനെ പൊട്ടിക്കരഞ്ഞു പോയി സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവേ, 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 ഇതേപോലെ ഉമറിനെ തെറ്റുപറ്റുമ്പോ തെറ്റു തിരുത്താൻ പറ്റുന്ന കീഴുദ്യോഗസ്ഥര് എനിക്ക് നീ നൽകിയല്ലോ അല്ലാ എന്ന് പറഞ്ഞിട്ടെന്ന് പൊട്ടിക്കരഞ്ഞു സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. പിന്നീട് നമ്മൾ ഉമറിനെ കുറിച്ച് ചരിത്രത്തിൽ കേട്ടത് റളിയല്ലാഹു അൻഹു. ഇന്നത്തെ പ്രസംഗത്തിന്റെ കണ്ടന്റ് ഇവിടെയാണ്. ഉമറിന് രാത്രിയിൽ ഉറക്കമില്ല. ഖലീഫ ആയിരുന്നപ്പോൾ രാത്രിയിൽ ഉറക്കമില്ലാതെ ഇങ്ങനെ നടന്നു. എന്തിനാ നടന്നേ? ആ രാത്രിയിൽ ഉറക്കമില്ലാതെ ഇങ്ങനെ ഉമർ റളിയല്ലാഹു തആല അൻഹു പാവങ്ങൾക്ക് ഭക്ഷണം കൊടുത്തും ഗർഭിണിയുടെ പ്രസവം എടുത്തും ഇങ്ങനെ ജീവകാരുണ്യ പ്രവർത്തനം ചെയ്ത് നടന്നു സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു എന്തിനാ ചെയ്തത്? നിങ്ങൾക്കൊരു ഉമറിന്റെ ജോലി എന്താ? റളിയല്ലാഹു വല്ലാത്ത ജോലിയാ ചെയ്തത്, വല്ലാത്ത ജോലി. ഒരിക്കൽ ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു നിസ്കാരം കഴിഞ്ഞ് വീട്ടിലോട്ട് പോകുന്ന സമയത്ത് രാത്രിയിൽ ഒരാൾ പാത്തും പതുങ്ങിയും മദീനയുടെ ഇടവഴിയിലൂടെ നടന്നു പോകും. ആളുടെ നടപ്പ് കണ്ടപ്പോഴേ അബൂ തൽഹയ്ക്ക് മനസ്സിലായി ഇയാൾ പോകുന്നത് അത്ര നല്ല കാര്യത്തിനല്ല. പാത്തും പതുങ്ങിയും ആരെങ്കിലും തന്നെ നോക്കുന്നുണ്ടോ എന്നൊക്കെ ഇടങ്ങും വലങ്ങും ഒക്കെ നോക്കി ഇയാളിങ്ങനെ പോവുക. അബൂ തൽഹ റളിയല്ലാഹു അൻഹു പുറകെ കൂടി ഇവനെ പിടിച്ചിട്ട് ഉമറാണ് നാട് ഭരിക്കുന്നത് റളിയല്ലാഹു അൻഹു. നാളെ ഉമറിൻ്റെ വീട്ടിൽ ഉമറിൻ്റെ കോടതിയിൽ ഇവനെ ഹാജരാക്കണം, നല്ല ശിക്ഷ ഇവന് കിട്ടും. ശ്രദ്ധിച്ച് കേൾക്കണം. ഇങ്ങോട്ട് നോക്ക്. അപ്പോ അങ്ങനെ പുറകെ നടക്കുക. ഉമർ നാട് ഭരിക്കുമ്പോഴും ഇമാതിരിയുള്ള ആളുകൾ അവൻ്റെ പോക്ക് കാണുമ്പോൾ അറിയാം. ഇങ്ങനെ നമ്മളിപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ ഇശാ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഹദ്ദാദും കഴിഞ്ഞ്, അതിപ്പോൾ പറഞ്ഞ ആർക്ക് മനസ്സിലാവാൻ വേണ്ട, സെക്കൻഡ് ഷോ കഴിഞ്ഞിട്ട് ഇശായി ഹദ്ദാദും പറഞ്ഞ ആർക്കിനെ ഹദ്ദാദ് അതെന്തൊരു സാധനം ഒക്കെ നമുക്ക് വല്ലതും അറിയൂ. നമുക്ക് ഈ ജീവിതത്തിൽ ഒരു സാധനം ഇന്നവരെ നമുക്കറിഞ്ഞു. ഇശാ നിസ്കാരം കഴിഞ്ഞ ഹദ്ദാദ് എന്ന് പറഞ്ഞാൽ അറിയാവുന്ന ചെറുപ്പക്കാർ എത്ര പേരുണ്ട്? ഒരാൾ പോലും ഇല്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതൊക്കെ പോയി നമ്മളൊക്കെ അധപ്പതനത്തിൻ്റെ അധമഭാവ തലങ്ങളിലേക്ക് നമ്മൾ കുപ്പുകുത്തി. നമ്മൾ ചൊല്ലേണ്ടതൊന്നും ചൊല്ലൂല, പറയേണ്ടതൊന്നും പറയൂല. നമ്മളൊരുമാതിരി മിനുക്ക മുസൽമാനായി എന്ന് പറഞ്ഞാൽ കയ്യിൻ്റെ ഈ ഇട്ടിരിക്കണ ബട്ടൺ അഴിക്കാതെ ഒളിവെടുക്കാൻ വല്ല മസല ഉണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരാളുകൾ ഈ ടൈ അഴിക്കാതെ കാലിൽ കിടക്കുന്ന ഷൂ അഴിക്കാതെ ഒളിവെടുക്കാൻ എന്തെങ്കിലും മസല ഏതെങ്കിലും ഒരാൾ പറഞ്ഞാൽ നമ്മൾ ആ പാട്ടിടങ്ങുമായി. നമുക്ക് തഖ്വ എന്ന് പറയുന്ന ഒരു സാധനം ഇസ്ലാമിൻ്റെ ശരീഅത്തിൻ്റെ നിയമത്തിലില്ല എന്ന് ചിന്തിച്ചതാണ് ഏറ്റവും വലിയ പ്രശ്നം. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നമ്മളൊക്കെ നല്ല ആളുകളാ. പൊന്നു മോനെ, നിസ്കാരത്തിൻ്റെ തഴമ്പിന് എന്താ കുറവല്ലോ ഉണ്ടോ? ഒരു കുറവുമില്ല. ആ വഅ്ലിന് കേൾക്കാൻ വരുന്നവരെല്ലാം മുത്തക്കീങ്ങളാ. ഞാൻ ഈ അടുത്ത സമയത്ത് കഴിഞ്ഞ ഫെബ്രുവരി 8-ാം തീയതി മലപ്പുറം ജില്ലയിലെ കൊപ്പത്ത് സംസാരിച്ചു. ക്യാൻസർ ഖുർആനിലൂടെ മോചനം എന്ന വിഷയം. ലോകാവസാനത്തിന് ശേഷം എല്ലാവരും വളരെ ശ്രദ്ധയോടെ കേട്ട 80,000-ത്തിലധികം ആളുകൾ ആ സദസ്സിൽ, അതിൽ 300 ക്യാൻസർ രോഗികളുണ്ട് ആ സദസ്സിൽ. ക്യാൻസർ ഖുർആനിലൂടെ മോചനം കാസറ്റ് ഉടനെ തന്നെ വെളിയിലിറങ്ങും. അപ്പോൾ അത് കേട്ട ആളുകളുടെ ആവശ്യപ്രകാരം അത് ഒന്നുകൂടി വിപുലീകരിച്ച് കുറച്ചുകൂടി പഠിച്ച് ഈ 3-ാം തീയതി മലപ്പുറം ജില്ലയിലെ അരീക്കോട് പ്രസംഗം ഒന്നുകൂടി നടത്തുക, റിവൈൻഡ് ചെയ്യുക, എല്ലാവരും ആഗ്രഹപ്രകാരം. അപ്പോൾ ആ സദസ്സിൽ ക്യാൻസറിനെ കുറിച്ച് പറഞ്ഞ ആളുകളൊക്കെ കരഞ്ഞ് വലിയൊരവസ്ഥയിലിരിക്കുക. ആ സമയത്ത് ദുആയ്ക്ക് വേണ്ടി ചോദിച്ചപ്പോൾ ഒരു സഹോദരി എൻ്റെ കയ്യിലൊരു പേപ്പർ എഴുതി തന്നു. ഇത് നടന്ന സംഭവമാണ്, മുബാലകത്തല്ല, നടന്ന സംഭവം എഴുതി തന്നു. അതിനകത്ത് ആവശ്യം എന്താണെന്നറിയാവോ? ഉസ്താദ് കാര്യമായിട്ട് ദുആ ചെയ്യണം. എന്താണെന്നറിയോ? എൻ്റെ ഭർത്താവിന് ഒരേ സമയത്ത് 4 സ്ത്രീകളുമായിട്ട് അവിഹിത ബന്ധമുണ്ട്.
അതൊന്നും മാറാൻ വേണ്ടി ഉസ്താദ് ദുആ ചെയ്യണം, കുഴപ്പമില്ല. പക്ഷെ അതിൻ്റെ താഴെ എഴുതിയിരിക്കുക, ഈ സദസ്സിൽ തന്നെ ഉസ്താദ് മറക്കാതെ ദുആ ചെയ്യണം. കാരണം ആ 4 പെണ്ണുങ്ങളും ഉസ്താദിൻ്റെ വാത് വെക്കാൻ ഫ്രണ്ടി വന്നിരിപ്പുണ്ട്. എൻ്റെ ഭർത്താവും കിണിച്ചോണ്ട് മുമ്പിൽ ഇരിപ്പുണ്ട്. ഇതൊരു മുബാലകത്തിനല്ല, ആ കാസറ്റിൽ നിങ്ങൾക്ക് കാണാം. അവരെഴുതി തന്നതാ, ഈ 4 പെണ്ണുങ്ങളും ഉസ്താദിൻ്റെ വാത് വെക്കാൻ ഫ്രണ്ട് ഇരിപ്പുണ്ട്. ഈ പറയണ മുത്തക്കിയായ ഭർത്താവും. അപ്പോൾ വാളുണ്ട്, ഉണ്ട്. നിസ്കാരത്തിനുണ്ടോ? ഉണ്ട്. 27-ാം രാവിനുണ്ടോ? ഉണ്ട്. പക്ഷേ യഥാർത്ഥ ദീൻ എന്താ നമ്മൾ അറിഞ്ഞിട്ടുണ്ടോ? ഇല്ലതാണ്. പ്രിയ സഹോദരങ്ങളെ, അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ഇയാളുടെ പുറകെ നടന്നു. അവസാനം നടന്ന് ഇയാളൊരു കുടിലിൻ്റെ മുമ്പിലെത്തി. ആ കുടിലിലെ അരണ്ട വെളിച്ചത്തിൽ അബൂ തൽഹ ആ മനുഷ്യനെ കണ്ടു. മറ്റാരുമല്ല, സയ്യിദന ഉമർ. ഉറക്കമില്ല. ഇതെന്തിനാണെന്നാണ് ഞാൻ പറയേണ്ടത്. ഉമർ റളിയല്ലാഹു തആല, അബൂ തൽഹ ഞെട്ടിത്തെരിച്ചു പോയി. ഉമർ 4 പാട് നോക്കി, തന്നെ ആരും കാണുന്നില്ല എന്ന് ഉറപ്പിച്ചതിന് ശേഷം വാതിൽ തുറന്നു, അകത്ത് കടന്നു. അബൂ തൽഹ ഞെട്ടിപ്പോയി. പടച്ചോനെ, ഈ ഉമർ രാത്രിയിൽ വന്നിട്ട് വാതിൽ തുറന്ന് അകത്ത് കയറാൻ. തെറ്റിദ്ധാരണയെ നമ്മളാണ് എന്ത് ചെയ്യും? നമ്മളാണ് എന്ത് ചെയ്യും? അപ്പം മൊബൈൽ എടുത്തിട്ട് ആ മൊബൈലിലെ ഫോൺ ബുക്കിൽ ഏതൊക്കെ നമ്പർ ഉണ്ടോ അവനെ ഒന്ന് വെളിയിൽ നിന്ന് കുറ്റിയിടും ആദ്യം. എന്നിട്ട് ആ ഫോൺ ബുക്കിൽ നിന്ന് എടുത്തിട്ട് അതിൽ കാണുന്നത്, ഡേ അപ്പി, ഓടി വാടേ, എന്തൊരു സംഭവം ഇവിടെ നടക്കുന്നത്. ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞ് എല്ലാവരെയും വിളിച്ച് അവിടെ കൂട്ടി. എത്ര സദാചാര പോലീസുകളാണ്. ഒരാണും പെണ്ണും കൂടെ കാറിൽ പോയത് പിടിച്ചു. അവർ ചെയ്തത് മഹാതെറ്റ്, അത് വേറെ കാര്യം. ഒരുത്ത അടിക്കുക, ഒരുത്തെന്നറിയോ, അടിക്കുക. കുടുംബത്തിൽ പിറന്ന പെണ്ണുങ്ങളെ നീ പഠിപ്പിക്കാറിയിരിക്കേണ്ട. അവൻ അവിടുത്തെ 40 എണ്ണമായിട്ട് അതേ സമയത്ത് ഓൺലൈൻ ബിസിനസ് ഉണ്ട് അവന്. ഒരു കാര്യം വരുമ്പോൾ നമ്മളൊക്കെ ചാടി സടകുടഞ്ഞു നിൽക്കും. നമ്മളാരാന്ന് ചിന്തിക്കാൻ. എന്തൊരു മറ്റൊരുത്തനെ അടിക്കാൻ എന്തൊരു ആവേശം നമുക്ക്. അബൂ തൽഹ റളിയല്ലാഹു തആല ഒന്നും ചെയ്തില്ല. ഈത്തപ്പന മരത്തിന്റെ ഒരു കുറ്റിയെടുത്തതിന്റെ മുമ്പിൽ അടയാളം വെച്ച് അബൂ തൽഹ റളിയല്ലാഹു തആല തിരിച്ചു വന്നു. കിടന്നു, ഉറക്കം വരുന്നില്ല. ഉമർ ഇന്നലെ കണ്ട ആ അവസ്ഥ ഒരു വല്ലാത്ത അവസ്ഥയാണ്. എന്താണ് അതിൻ്റെ സത്യാവസ്ഥ അറിയണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഒരു മുസ്ലിമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബാധ്യതയാണ്, യാ അയ്യുഹല്ലദീന ആമനു ഇൻ ജാഅക്കും ഫാസിഖും ബിനബഇൻ ഫതബയ്യനു. ഒരു തെമ്മാടി വന്നിട്ട് നിങ്ങളോട് എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അത് അണ്ണാക്ക് തൊടാതെ വിഴുങ്ങരുത്. ഫതബയ്യനു, അതിനെക്കുറിച്ച് നിങ്ങൾ നന്നായിട്ട് അന്വേഷിക്കണം. ഒരു പച്ച തെമ്മാടി വന്നിട്ട് നിങ്ങളോടൊരു കാര്യം പറഞ്ഞു, അത് നിങ്ങൾ അണ്ണാക്ക് തൊടാതെ വിടാൻ പാടില്ല. ഖുർആൻ നിങ്ങളതിനെക്കുറിച്ച് എന്ത് ചെയ്യണം? ഫതബയ്യനു, അതിനെക്കുറിച്ച് അന്വേഷിക്കണം. എന്തിന്? അൻ തുസീബു ഖൗമൻ ബിജഹാല, വിവരമില്ലാത്തവന്മാർ പറയുന്നതിൽ നീ വിവരമുള്ള നീയും പോയി പെടാൻ പാടില്ല. ഏതോ ഒരു പച്ച തെമ്മാടി വന്നിട്ട് പറഞ്ഞു അഹമ്മദ് കബീർ വാക്കവി 2ാമത് പെണ്ണ് കെട്ടിയെന്ന്. അതങ്ങോട്ട് തൊള്ള തൊടാതെ വിടങ്ങാൻ പാടില്ല. ഒരു സമയത്ത് എന്തൊരു കോളിളക്ക് വരുന്നു. പടച്ച തമ്പുരാനെ, വാക്കവി 2ാം, എനിക്കുള്ള ഒന്നിനെ നോക്കാൻ തന്നെ സമയമില്ല. ഇന്ന് രാവിലെ 5 മണിക്കാണ് വാത് കഴിഞ്ഞ് വന്നത്. ഇന്നിപ്പോൾ വാത് പോയി കിടന്നു. നാളെ രാവിലെ വീണ്ടും തിരിച്ച്. ഉള്ള ഒന്നിനെ കൊണ്ട് നടക്കാൻ പാടില്ല, 2 കെട്ടി. ശരി, ആയിക്കോട്ടെ. അപ്പോൾ കെട്ടിയവൻ രക്ഷപ്പെടുകയും ചെയ്തു. ഈ തലസ്ഥാന നഗരിയിൽ എവിടെ ഏതൊരു വലിയ മിശിഹ പെണ്ണ് കെട്ടി 2ാമത്. ആ സമയത്ത് ഒരു കാര്യം ആവർത്തിച്ചാൻ പറയും, ഏത് വലിയ കൊലകൊമ്പനാണെങ്കിലും ആദരിച്ചില്ലെങ്കിൽ അള്ളാഹു മറ്റൊരുത്തൻ്റെ മുമ്പിൽ അവനെ അള്ളാഹു ഫളീഹത്താക്കി കളയും. ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹുവിനെതിരെ, ഷാഫി റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് ചീത്ത പറഞ്ഞിട്ട് 3 ഖുത്ബയുടെ പ്രസംഗം നടത്തിയ മിശിഹാമാരെ നമുക്കറിയാം. അവരെ ഫളീഹത്തായി പോയി ലോകത്ത്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നമ്മളെക്കാൾ അറിവുള്ളവർ, ഇമാമിയങ്ങൾ, ഉസ്താദന്മാർ ആദരിക്കുക എന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് ഒരാൾ വന്ന് എന്തെങ്കിലും പറഞ്ഞാൽ, പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതേപടി വിഴുങ്ങാൻ മറ്റൊരാളോട് പറയുക പാടില്ലെന്ന് വിശുദ്ധ ഖുർആൻ. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു രാവിലെ സുബഹിന്റെ ബാങ്ക് വിളിച്ചു. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു പള്ളിയിലേക്ക് പോകുമ്പോ അവിടെ ഇമാമത്ത് നിർവഹിക്കുന്നുണ്ട് സയ്യിദുനാ ഉമർ.
റളിയല്ലാഹു തആല അൻഹു ഇതാ ഇന്നലെ പാതിരാത്രിയിൽ ഒരു കുടിലിന്റെ അകത്ത് വെച്ച് കണ്ട ഉമർ ഇതാ സുബഹിക്ക് പള്ളിയുടെ മിഹ്റാബിന്റെ കീഴിൽ ഇമാമത്ത് നിർവഹിക്കുകയാ. നമസ്കാരം നിർവഹിച്ച് സലാം വീട്ടിയിട്ട് വല്ല വിധേനയും സലാം വീട്ടി മനസ്സിന് സമാധാനം വരാട് അബൂ തൽഹ റളിയല്ലാഹു തആല നേരം പരപരാവെടുത്തു ഓടുകയാണ് ആ പഴയ കുടിലിന്റെ മുമ്പിലേക്ക്. അവിടെ ഈത്തപ്പനമരത്തിന്റെ കുറ്റി അടയാളം വെച്ചിട്ടുണ്ട്. ആ കുടിലിന്റെ മുമ്പിലെത്തിയപ്പോ പോയിട്ട് വാതിലിൽ തട്ടി. ഉടനെ അകത്ത് നിന്നൊരു സ്ത്രീയുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. ആരാണ് വാതിലിൽ തട്ടുന്നത്? അകത്തേക്ക് കിടന്നു വരിക. അബൂ തൽഹ റളിയല്ലാഹു തആല ഞെട്ടിപ്പോയി. അല്ലാഹുവേ, ഇന്നലെ രാത്രിയിൽ ഒരു പെണ്ണ് താമസിക്കുന്ന കുടിലാണോ ആരും കാണാതെ ഉമർ വന്നിട്ട് തിരിച്ചു പോയത്? ആ പെണ്ണിന്റെ മുഖമറിയാൻ കരിങ്കല്ലിനോട് ഏറ്റുമുട്ടിയാൽ പോലും തകരാത്ത ഹൃദയത്തിന്റെ ഉടമയായ ഉമറിന്റെ ഹൃദയത്തെ കീഴടക്കിയ ആ പെണ്ണാരെന്നറിയാ. അബൂ തൽഹ റളിയല്ലാഹു തആല കുടിലിന്റെ വാതിൽ തുറന്നു നോക്കുമ്പോ ആ സമയത്ത് കാണുന്ന കാഴ്ചയേടെന്നറിയോ? പനനാര് കൊണ്ടുവരിഞ്ഞു കോർത്തൊരു കട്ടിലിൽ പഴമുണ്ട് മൂടിയ കിഴവി രോഗമിലുണ്ടതിൽ നിങ്ങൾക്ക് സേവനം ചെയ്യുവാനാരുണ്ട്? അതിനുത്തരം എനിക്കെന്റെ സിട്ടാവുണ്ട്. ആ പടംതുണിക്കട്ടില് പനനാര് കൊണ്ട് വരിഞ്ഞുണ്ടാക്കിയൊരു പടംതുണി പോലെ ആ ചെറിയ ഈത്തപ്പനമരത്തിന്റെ കുടിലില് കണ്ണ് കാണാൻ കഴിയാത്തൊരു വൃദ്ധ കിടക്കുകയാ. അവരുടെ കണ്ണിന് കാഴ്ചയില്ല. പടംതുണി കെട്ടുപോലെ എല്ലും തോലും തിരിഞ്ഞ ദാരിദ്ര്യത്തിന്റെ ഉടമയായ ഒരു വൃദ്ധ കിടക്കുന്നത് കാണുമ്പോ അബൂ തൽഹ റളിയല്ലാഹു തആല ഞെട്ടിപ്പോയി ചോദിച്ചു, നിങ്ങൾക്ക് സേവനം ചെയ്യുവാനാരുണ്ട്? ഈ മരുഭൂമിയുടെ മറുഭാഗത്ത് എഴുന്നേക്കാൻ കഴിയാതെ പടംതുണിക്കെട്ട് പോലെ മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന നിങ്ങളെ സംരക്ഷിക്കാനും ഭക്ഷണം തരാനും ആരാ ഉള്ളത്? ചെറുപ്പക്കാരെ, സിറാജുൽ ഹുദാ യൂത്ത് ഫെഡറേഷന്റെ പ്രിയപ്പെട്ട പ്രവർത്തകരോട്, ഇവിടെ കരുതി കൂടി നിൽക്കുന്നവരോട് ഉമർ രാത്രി ഇതൊക്കെ ചെയ്തതെന്തിനാണ് നിങ്ങൾ അറിയണം. സഹോദരങ്ങളെ, ആ പ്രിയപ്പെട്ട വൃദ്ധ പറഞ്ഞതെന്തെന്നറിയോ? രോഗത്തിലായി കിടപ്പായ നാൾ മുതൽ ഇന്നും വരും രാത്രിയിൽ ആരോരാളടുത്തെന്നും രോഗത്തിലായി കിടപ്പായ നാൾ മുതൽ ഇന്നും വരും രാത്രിയിൽ ആരോരാളടുത്തെന്നും കാട്ടിച്ച ചട്ടിയെടുത്തവർ നീക്കുന്നതാ, ശുദ്ധീകരിച്ചത് പിന്നെയും വെക്കുന്നതാ. ഞാൻ രോഗം ബാധിച്ചിട്ട് ഇവിടെ കിടക്കുന്ന അന്നത്തെ രാത്രി മുതൽ ഇന്നലെ രാത്രി വരെ മുടങ്ങാട് പതിരാ സമയമാകുമ്പോൾ ഒരാളെന്റെ കുടിലേക്ക് വരും. വന്ന ഉടനെ മലമൂത്ര വിസർജനം ചെയ്യുന്ന ഒരു മൺചട്ടിയുണ്ട്. ആ ചട്ടിയെടുത്ത് വെളിയിൽ കൊണ്ടുപോയി തന്റെ കൈകൾ കൊണ്ട് ആ മലവും മൂത്രവുമെല്ലാം കഴുകി വൃത്തിയാക്കും. എന്നിട്ടോ മടിശീല തുറന്നിട്ട് അതിൽ നിന്ന് കാരക്കയെടുത്ത് ആ കാരക്ക വിരലുകൊണ്ടും മെല്ലെ ഞെരടി മൃദുവാക്കി എന്റെ വായിലേക്ക് വെച്ച് തരും. ആരാ കൊടുക്കുന്നതാരാ? പതിരാ സമയത്ത് മരുഭൂമിയുടെ മറുഭാഗത്ത് കിടക്കുന്ന വൃദ്ധയുടെ മലമൂത്ര വിസർജനം തന്റെ കൈകൾ കൊണ്ട് മടത്തി വിധിയാക്കി. ഏത് കൈകൾ കൊണ്ടാണ്? ആ കൈ കൊണ്ടാണ് അരയിൽ കിടക്കുന്ന വാളിനെ മൂർച്ചയേറിയാൻ ആദ്യം കണ്ടവന്റെ കൈത്തണ്ട വെട്ടി മുറിച്ചത്. ആ കൈ കൊണ്ട് ഈ വൃദ്ധയുടെ മലമൂത്ര വിസർജനം തുടച്ചു മാറ്റി ആ കാരൊക്കെ എടുത്ത് വായിലേക്ക് വെച്ച് തരും. എന്നിട്ടോ ഇവിടെയാണ് നിങ്ങൾ കേൾക്കേണ്ടത്. എന്നിട്ടോ സന്തോഷമുള്ള കലാമുകൾ പറയുന്നതാ, സന്താപമൊക്കെയും നീങ്ങുവാൻ ഉതകുന്നതാ. സന്തോഷമുള്ള കരാമുകൾ പറയുന്നതാ, സന്താപമൊക്കെയും നീങ്ങുവാൻ ഉതകുന്നതാ. എന്റെ അടുത്ത് വന്നെന്റെ കട്ടിലിന്റെ ചാരത്ത് വന്നിട്ട് ആ മനുഷ്യൻ ചില ചെറിയ തമാശ പറഞ്ഞിട്ട് എന്നെ പൊട്ടിച്ചിരിപ്പിക്കും. സഹോദരാ, പരിവർത്തനത്തിന്റെ മാതൃക പാതിരാ സമയത്ത് ഈ വൃദ്ധയെ തമാശ പറഞ്ഞ് പൊട്ടിച്ചിരിപ്പിക്കുന്നതാരെന്നറിയോ? ഹബീബായ നബി തങ്ങളുടെ ചാരത്ത് നിന്നിട്ട് ഒരാൾ ദഫ് മുട്ടി പാടുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പാട്ട് ആസ്വദിക്കുകയാണ്. അനുവദനീയമാണല്ലോ ദഫ്. ആ ദഫ് സംഗീതമില്ലാത്ത ദഫ്, താളങ്ങളില്ലാത്ത ദഫ് ആസ്വദിച്ചു കൊണ്ടിരിക്കവേ പെട്ടെന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് ഒരാൾ കടന്നു വന്നു. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, പാട്ടുകാരാ പാട്ട് നിർത്ത്, ദഫ് എടുത്ത് ഒളിപ്പിച്ചു വെക്ക്, ഇനി പാടല്ലേ. പാട്ടുകാരാ ദഫ്
ദഫ് ഒളിപ്പിച്ചു വെക്ക്, ഇനി പാട്ട് നിർത്ത് പാട്ടുകാരാ. അയാള് പേടിച്ചു പറച്ച് ദഫ് എടുത്തിട്ട് ഒളിപ്പിച്ചു വെച്ചു. അയാള് പാട്ട് പാതിവടിയിൽ നിർത്തി. ആ വന്ന മനുഷ്യൻ കുറെ നേരം വർത്തമാനം പറഞ്ഞ് ഹബീബായ നബിയുടെ ചാരത്ത് നിന്ന് ഇറങ്ങിപ്പോകവേ ആ പാട്ടുകാരൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഹബീബായ നബിയെ പാട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോ ഒരാള് കിടന്നു വന്നപ്പോ പേടിച്ചു വിറച്ചതുപോലെ അങ്ങ് പാട്ട് നിർത്താൻ പറഞ്ഞത് എന്തിനാ? അയാള് പോയപ്പോ നബി തങ്ങൾ പറഞ്ഞു, പാട്ടുകാരാ ഇനി പാടിക്കോ, ഇനി ദഫടിച്ചു പാടിക്കോ, ഞാനന്ന് കേക്കട്ടെ പാട്ടുകാരാ. അതെന്താണ് നബി അങ്ങനെ പറഞ്ഞത്? അയാളെ കണ്ടപ്പോ നിർത്തി. അയാൾ പോയപ്പോ പാടാൻ പറഞ്ഞു. ആ സമയത്തല്ലാണ്ട് റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഏ പ്രിയപ്പെട്ട പാട്ടുകാരാ, ആ വന്നതാരെന്നറിയോ? വഹാദാ ഉമറു, വഹാദാ ഉമറു, ആ വന്നത് ഉമറാണ്, അത് വന്നത് ഉമറാണ്. വഹുവ ലാ യുഹിബ്ബുൽ ബാതില, ഓ വഹുവ ലാ യുഹിബ്ബുൽ ബാതില. ഇങ്ങനെയുള്ള പാട്ടൊന്നും ഉമർ കേൾക്കാറില്ല, അതൊന്നും ഉമറിന് ഇഷ്ടമല്ല റളിയല്ലാഹു അൻഹു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു തമാശക്ക് പോലും അനുവദനീയമായ ദഫിന്റെ പാട്ട് കേൾക്കാത്ത ആ മനുഷ്യനാണ് പാതിരാ സമയത്തൊരു വൃദ്ധയുടെ അടുക്കൽ ചെന്നിട്ട് തമാശ പറഞ്ഞ് ചിരിപ്പിക്കുന്നത്. എന്തിനെന്നറിയോ? ഇതെന്റെ ആഖിറമാണ്, ഇതെന്റെ പരലോകമാണ്, ഇതെന്റെ ഖബറിന് വേണ്ടിയുള്ളതാണ്. എന്റെ പ്രിയപ്പെട്ട സിറാജുൽ ഹുദയുടെ പ്രവർത്തകരോട് കഴിഞ്ഞ ഒരു മാസം വെമ്പായത്ത് വന്ന് ഞാൻ വേള് പറഞ്ഞു, അവിടെ എത്ര പെൺകുട്ടികളെയാണ് ആ നാട്ടിലെ ചെറുപ്പക്കാര് കല്യാണം കഴിച്ചു വിട്ടത്. ഇതെന്തിനാന്നറിയോ? അത് ഫ്ലെക്സിൽ ഫോട്ടോ വെക്കാനല്ല, അത് പടച്ചറപ്പിന്നെ ആഗ്രഹിച്ചിട്ട് ചെയ്തതാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തമാശക്ക് പോലും ഒരു ദഫിന്റെ പാട്ട് കേൾക്കാത്ത മനുഷ്യനാണ്. ആ മനുഷ്യൻ കളിതമാശ കണ്ടിട്ടില്ല. ഹബീബായ നബി തങ്ങളോട് എങ്ങനെ പറയാനാണ്? സമയത്തിൽ ഒതുങ്ങില്ല. ഞാൻ പറഞ്ഞില്ല, ഒരു പ്രഭാഷകൻ ഒതുങ്ങാത്ത വിസ്മയമേ ഉമർ, പൂരണമില്ലാത്ത സമസ്യേ ഉമർ, പറഞ്ഞാല് തീരാത്ത വർത്തമാനത്തിന്റെ കഥാപാത്രമേ ഉമർ റളിയല്ലാഹു തആല അൻഹു. ഹബീബായ നബി തങ്ങളുടെ കാലഘട്ടത്തിൽ എത്തോപ്യയിൽ നിന്ന് അഭ്യസ്ത സംഘം വന്ന് കളരിപ്പയറ്റിന് ആയിഷ ബീവി പറഞ്ഞു, എനിക്ക് കാണണം നബിയെ. കൊണ്ടുപോയി കാണാൻ വാതിൽപ്പടിയിലേക്ക് തന്റെ റിസാലത്തിന്റെ കൈയെടുത്തു വെച്ചിട്ട് ആയിഷ ബീവി താടയെടുത്തിട്ട് നബി തങ്ങളുടെ കൈ തണ്ടയിൽ വെച്ചു. എന്നിട്ട് കളരിപ്പയറ്റ് കണ്ടുകൊണ്ടിരിക്കുകയാ. കുറെ നേരം കണ്ടു കഴിഞ്ഞപ്പോ അള്ളാന്റെ റസൂല് പറഞ്ഞു, പോകാം ആയിഷ. കണ്ടു തീർന്നില്ല നബിയെ. വീണ്ടും നബി തങ്ങളെ കൈത്തണ്ട വെച്ചു കൊടുത്തു. കളരിപ്പയറ്റ് സഹാബത്തും കൂട്ടം കൂടി നിന്ന് കാണുന്നുണ്ട്. ആയിഷ, ഇനി പോകാം ആയിഷ. ഇല്ല നബിയെ, കണ്ടു തീർന്ന് കൊതി തീർന്നില്ല നബിയെ. അള്ളാന്റെ റസൂലിന് പോകാൻ ഇഷ്ടമാണ്, പക്ഷെ ആയിഷ ബീവിയുടെ ഇഷ്ടത്തിന് വേണ്ടി നിന്ന് കൊടുക്കുകയാ. പല പ്രാവശ്യം വിളിച്ചിട്ടും ആയിഷ ബീവി കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ ഒരൽപ്പം കൂടി എന്ന് പറഞ്ഞു നിൽക്കുകയാ. പെട്ടെന്ന് സഹാബത്ത് ചിതറിത്തെറിച്ചോടാൻ തുടങ്ങി. കളരിപ്പയത്ത് കണ്ടുകൊണ്ട് നിന്ന് സഹാബത്ത് ചിതറിത്തെറിച്ചോടുകയാ. ഉത്സവപ്പറമ്പിൽ ആന വരളുമ്പോ ആളുകൾ ഓടുന്നത് പോലെ ഏടോ പേടിച്ച് വിറച്ചിട്ട് സഹാബത്ത് ചിതറിയോടുകയാണ്. ആയിഷ ബീവി പറഞ്ഞു, നമുക്കും പോകാൻ നബിയെ, എന്തോ അത്യാപത്ത് സംഭവിച്ചു നബിയെ. അള്ളാന്റെ റസൂല് ചിരിച്ചിട്ട് പറഞ്ഞ, ആയിഷ, സഹാബത്ത് വരണ്ടോടിയത് എന്തിനെന്നറിയോ? അറിയില്ല നബിയെ. അവര് കളരിപ്പയറ്റ് കണ്ടുകൊണ്ട് നിന്നപ്പോ അവിടെ കുമർ കടന്നു വന്നു റളിയല്ലാഹു അൻഹു. ഉമറിനിതൊന്നും ഇഷ്ടമല്ല. ഉമറിനെ പേടിച്ചിട്ട് സഹാബത്ത് വരണ്ടോടിയതാണെന്ന് കണ്ടാലും മുസ്ലിമായിട്ട് പോലും ഒന്ന് കണ്ടാല് പേടിച്ചു വിറച്ചോടിയ ഒരു തമാശക്ക് പോലും നബി തങ്ങളെ കണ്ട കളരിപ്പയറ്റ് പോലും കാണാതിരുന്ന ആ മനുഷ്യനാണ് പാതിരാത്രിയുടെ നിശബ്ദതയിൽ എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോ ഈ വൃദ്ധയോട് തമാശ പറഞ്ഞ് ചിരിപ്പിക്കുന്നത്. കാരണം എന്താ? ഇവിടെയാണ് ഹസരത്ത് ഉമർ മാനസാന്തരത്തിന്റെ മാതൃക. കാരണം എന്തെന്നറിയോ? പാതിരാത്രിയിൽ തന്നെ നാട്ടിലേക്ക് അഭയാർത്ഥികൾ വരുമ്പോ അവരുടെ കൂടാരത്തിന് പോയി കാവല് നിൽക്കും. അവരോട് പറയും, നിങ്ങൾ കിടന്നുറങ്ങിക്കോ, ഞാൻ ഇതിന് കാവല് നിന്നോളാം. ആ സമയത്ത് ആളുകൾ സുബഹിന്റെ സമയമായി ബാങ്ക് വിളിച്ചു. വാതിൽ തട്ടിയിട്ട് പറഞ്ഞ്, എഴുന്നേക്ക്, നിസ്കാരത്തിന് സമയമായി. അഭയാർത്ഥികൾ പള്ളിയിൽ വരുമ്പോ അവിടെ ഇമാമത്തിന് നിൽക്കുന്നുണ്ട്. ഇന്നലെ രാത്രിയിൽ ഉറക്കമളച്ചിട്ട് തങ്ങളുടെ പ്രസവത്തിന് കാവല് നിന്ന മനുഷ്യന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്
ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, രാത്രിയിൽ ഉറക്കമില്ലാതെ കൂട്ടുകാർ പറഞ്ഞു, ഉമറേ ഉമറേ ഉമറേ, എല്ലാ രാത്രിയിലും നീ ഉറക്കമളഞ്ഞിട്ട് ഇത് ചെയ്യുന്നതെന്തിനാ? നിനക്ക് വേണ്ടി ഞങ്ങൾ ഇന്ന് ദിവസം നിൽക്കാം, ഇന്നൊരു ദിവസം നീ രാത്രിയിൽ കിടന്നുറങ്ങാൻ പറഞ്ഞപ്പോ ആ സമയത്താണ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഞാൻ എങ്ങനെയാ ഇനി രാത്രിയിൽ കിടന്നുറങ്ങുന്നത്? ഞാൻ രാത്രിയിൽ ഉറങ്ങാതെ ഇങ്ങനെ ഭക്ഷണം കൊടുത്തും പാവങ്ങളെ സഹായിച്ചും മറ്റൊരാളുടെ പ്രസവത്തിന് കാവലിൽ നിന്നും എൻ്റെ രാത്രിയിൽ ഉറങ്ങാതെ നിൽക്കുന്നത് എന്തിനെന്നറിയോ? ഈ ഉമറിനൊരു പൂർവ്വകാലമുണ്ട്. അന്ന് പല രാത്രികളിൽ ഞാൻ കള്ളു കുടിച്ചവനാ, പല രാത്രിയിലും ഞാൻ വ്യഭിചരിച്ചവനാ, പല രാത്രിയിലും എൻ്റെ പടച്ചെറുപ്പിൽ ഇഷ്ടപ്പെടാത്തത് ചെയ്തവനാ. അതിന് പ്രായശ്ചിത്തമായി കഴിഞ്ഞുപോയ എൻ്റെ രാത്രികളുടെ തിന്മകളുടെ രാത്രികൾക്ക് പകരം ഞാൻ ഇന്ന് നന്മകളുടെ രാത്രി സംഘടിപ്പിക്കുകയാണ്. നാളെ പടച്ചെറുപ്പിന്റെ മുമ്പിൽ ഞാനത്ര കള്ളു കുടിച്ചവനാ, ഞാനത്ര മദ്യപിച്ചവനാ. എൻ്റെ റബ്ബെനിക്ക് പുറത്തു തന്നോന്നറിയില്ല. എൻ്റെ കഴിഞ്ഞുപോയ തിന്മകളുടെ രാത്രികൾക്ക് പ്രായശ്ചിത്തമായിട്ടോ ഈ പാതിരാത്രിയിൽ ഉറക്കമില്ലാതെ ഞാൻ ഇങ്ങനെ കഷ്ടപ്പെടുന്നതെന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു റളിയല്ലാഹു തആല അൻഹു. ഇനി നിങ്ങളോട് ഞാനൊരു കാര്യം പറഞ്ഞു തരട്ടെ ചെറുപ്പക്കാരാ. ഉക്കാള ചന്തയിൽ പേഴ്സിൽ നിന്നും മല്ലന്മാര് വരുമ്പോ മരത്തിൽ കിടത്തിയിട്ടവന്റെ നെഞ്ചിലേക്ക് കാലെടുത്ത് ചവിട്ടിയിട്ട്, ആരുണ്ടടാ ഖത്താബിന്റെ മകൻ ഉമറിനെ തോൽപ്പിക്കാനെന്ന് നെഞ്ചത്തടിച്ചിട്ട് ചോദിച്ച വീരശൂര പരാക്രമിയായ ഈ മനുഷ്യൻ മരിച്ചിട്ട് മയ്യത്ത് കുളിപ്പിക്കുമ്പോ ആ മനുഷ്യന്റെ വലത്തെ തോളിലൊരു അടയാളം ഉണ്ടായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിനെ മയ്യത്ത് കുളിപ്പിക്കുമ്പോ മയ്യത്ത് കുളിപ്പിച്ചവർ വലത്തെ തോളിലൊരു അടയാളം കണ്ടു. എന്താ അടയാളം എന്നറിയോ? പാതിരാ സമയത്ത് പാവങ്ങൾക്ക് കഴിക്കാനുള്ള ഭക്ഷണവും തോളിൽ ചുമന്നു കൊണ്ടുപോയിട്ട് ആ തോളിലൊരു അടയാളം വീടിരുന്നു. സയ്യിദുനാ ഉമർ സയ്യിദിനാ ഉമർ സയ്യിദിനാ ഉമർ റളിയല്ലാഹു തആല അൻഹു മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ ആ മനുഷ്യന്റെ വലത്തെ തോളിലൊരു അടയാളം ഉണ്ടായിരുന്നു. പാവങ്ങളെ സഹായിക്കാൻ ധാന്യവും ഗോതമ്പും ചുമന്നു കൊണ്ടുപോയതിൻ്റെ അടയാളം. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ആരോ ചോദിച്ചു, നിങ്ങൾ ഇന്നത്തെ ഒരു ദിവസം കിടന്നുറങ്ങ്. നമ്മൾ വലിയ വാദവും ചരിത്രവും പറയാറുണ്ട്. രാത്രിയിൽ പ്രജകളുടെ ക്ഷേമം അന്വേഷിച്ച് ഉറക്കമില്ലാതെ നടന്ന മനുഷ്യനാ ഉമർ. എന്തിനാ ഉറങ്ങാത്തതെന്നറിയോ? ഞാൻ ഇതിനു മുമ്പ് തീരുമാനിക്കും ഇവിടെ വെച്ച്, ഞാൻ ഇതിനു മുമ്പ് ധാരാളം രാത്രികൾ ഉറക്കമളച്ച് ഞാൻ കള്ളു കുടിക്കാനിരുന്നിട്ടുണ്ട്, ചീട്ട് കളിക്കാനിരുന്നിട്ടുണ്ട്, വ്യഭിചരിക്കാനിരുന്നിട്ടുണ്ട്. എൻ്റെ റബ്ബിൻ്റെ മനസ്സിൽ ഹിദായത്തിൻ്റെ വെളിച്ചം നിന്നു. ഇനി ആ രാത്രികൾക്ക് പ്രായശ്ചിത്തമായി എനിക്ക് എൻ്റെ അള്ളാഹുവിൻ്റെ മുമ്പിൽ നന്മകളുടെ രാത്രികൾ ഉണ്ടാക്കണമെന്ന് തീരുമാനിച്ചു. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരട്ടെ. അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരട്ടെ. അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരട്ടെ. ഒന്നുകൂടി ഇൻഷാ അല്ലാഹ് അവസാനം 10 സലാത്ത് ചൊല്ലി നമുക്ക് പിരിയാം. പാപങ്ങൾ പൊറുക്കപ്പെടണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? പാപം ചെയ്യാത്ത ആരെങ്കിലും കൂട്ടത്തിലുണ്ടോ? ഇല്ല, ഒരാളും ഇല്ല. പാപം ചെയ്യാത്തവരാരും ഉണ്ടാവില്ല. ഞാൻ വിളിച്ചു പറയണ്ടാവുള്ളത് ഈത്തപ്പേര് കളയണ്ട. നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ. പാപങ്ങൾ പൊറുക്കപ്പെടാൻ ഒരു വഴി ഞാൻ പറഞ്ഞിട്ട്, ഉമർ റളിയല്ലാഹു തആല അതിന് പകരം നന്മയുടെ രാത്രി ഉണ്ടാക്കി. നമ്മൾ ജീവിതത്തിൽ തെറ്റ് ചെയ്യാത്ത ആരുണ്ടാവില്ല. പാപം പൊറുക്കപ്പെടാൻ ഞാനൊരു കാര്യം പറഞ്ഞു തരട്ടെ. ഇൻഷാ അല്ലാഹ് ചെയ്യുമെന്ന് ഉറപ്പുള്ളവരൊക്കെ ഒന്ന് കൈ പൊക്ക് നോക്കട്ടെ. കൈ ഉള്ളവരൊക്കെ പൊക്ക്. ഇതെന്ത് തൊടുപുഴയോ? കൈയൊന്നും ഇല്ലേ? താത്തിയിട്. അള്ളാഹു കബൂലാക്കട്ടെ. അള്ളാഹു കബൂലാക്കട്ടെ. പിന്നെ ആ മഹാസംഭവമൊക്കെ കഴിഞ്ഞു. ഇപ്പം ആളുകൾ മറ്റേ തൊടുപുഴക്കാരനെ കുറിച്ച് പറയണ കേട്ടാൽ സഹതാപ തരംഗുണ്ടാക്കി അയാൾ ചെയ്തതൊക്കെ മറന്നു എല്ലാവരും. അതങ്ങോട്ട് പോയി. ആ സഹതാപ തരംഗത്തിൻ്റെ ഇടയിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ ആത്മഹത്യ ചെയ്തു, അയാൾക്ക് ജോലി കൊടുത്തില്ല. ഇതൊക്കെ ചെയ്താരാ? പാളയം പള്ളിക്കാരാ. അയാളുടെ സഭയല്ലേ കൊടുക്കരുത്. അവസാനം അദ്ദേഹം ചെയ്ത മഹാപാതകം അതിൻ്റെ ഉള്ളിൽ ലയിച്ചുപോയി. അവസാനം ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടാക്കി ആ ഏറ്റവും വലിയ തെറ്റിനെ ന്യായീകരിച്ചു പത്രമുത്തശ്ശിമാരും മറ്റാളുകളും. കോളങ്ങൾ എഴുതി. രക്തസാക്ഷി, ജീവിതത്തിൻ്റെ രക്തസാക്ഷി. അയാൾ ഒരു സമുദായത്തിൻ്റെ, ഒരു സമൂഹത്തിൻ്റെ, ഒരു വിശ്വാസത്തിൻ്റെ, ഒരു ആദർശത്തിൻ്റെ മനസ്സിൽ ചെതലരിച്ചത് എല്ലാവരും മറന്നുപോയി. ആ വേദന ആരും മറന്നുപോയി.
അള്ളാഹു നമുക്കൊക്കെ അടയ്ക്കാത്ത കണ്ണുകൾ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ നോക്ക്, അള്ളാഹു അടയ്ക്കാത്ത കണ്ണുകൾ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. റബ്ബ് നേരറിയാൻ 1 കോടി, നേരത്തറിയാൻ 2 കോടി, ഇനി ബാക്കി അറിയാൻ എത്ര കോടിയാ? എൻ്റെ പൊന്നു മോനെ, അള്ളാഹു സത്യം കാണാനുള്ള മനസ്സ് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. ഒരു വഴി പറഞ്ഞു തരട്ടെ, ഇൻഷാ അല്ലാഹ് ചെയ്യുമോ? ഉറപ്പ്? ഉറപ്പ്? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് ഒരാൾ പറഞ്ഞു, നബിയേ അതിനബ്തു ദമ്മൻ കസീറാ, ഞാൻ ധാരാളം പാപങ്ങൾ ചെയ്തിട്ടുണ്ട് നബിയേ, ആ പാപങ്ങൾ പൊറുക്കപ്പെടാൻ ഒരു വഴി എനിക്ക് പറഞ്ഞതാ നബിയേ. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്തെന്നറിയോ? പാതിരാത്രി മുഴുവനെ കരയാനല്ല, ഒരനാഥയെ നീ കണ്ടാൽ, ഒരു യതീമിനെ കണ്ടാൽ, ആ യതീമിന്റെ തലയിൽ വാത്സല്യത്തോടെ നീ ഒന്ന് തടകി കൊടുക്കുക. നീ ചെയ്ത പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നീ ഒരു അനാഥയെ കണ്ടാൽ, ഒരു യതീമിനെ കണ്ടാൽ തലയിൽ ഒന്നൊരു പിതാവിന്റെ വാത്സല്യത്തോടെ തടക്, അല്ലാഹു നിന്റെ പാപങ്ങൾ പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. വേറെ സഹാബി പറഞ്ഞു, നബിയെ ഞാൻ ധാരാളം പാപം ചെയ്തിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, നീ ധാരാളമായി സദഖ ചെയ്യ്, അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. ബഹുമാനപ്പെട്ട മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു 18ാമത്തെ വയസ്സിലാണ് മുസ്ലിമാകുന്നത്. ഏതാണ്ട് 36 വയസ്സ് വരെ ജീവിച്ചിരുന്നു ബഹുമാനപ്പെട്ട മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു. അവസാനം ഇസ്ലാമിക ചരിത്രത്തിന്റെ പണ്ഡിത കുലപതിയായി മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു. എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിങ്ങൾക്കറിയുമല്ലോ ബഹുമാനപ്പെട്ട സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു 30ാമത്തെ വയസ്സിലാണ് മുസ്ലിമാകുന്നത്. 36ാമത്തെ വയസ്സിലാണ് വഫാത്താകുന്നത്. 30ാമത്തെ വയസ്സിൽ മുസ്ലിമായ സഹാബിയാണ് സഅദ് ബിൻ മുആദ്. സഅദ് ബിൻ മുആദ് ഇങ്ങോട്ട് നോക്ക്, 30ാമത്തെ വയസ്സിലാണ് മുസ്ലിമായത് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു. 36ാമത്തെ വയസ്സിലാണ് വഫാത്തായത്. മുസ്ലിമായിട്ട് എത്ര നാൾ ജീവിച്ചു? ഇങ്ങോട്ട് നോക്ക്, മുസ്ലിമായിട്ട് എത്ര നാൾ ജീവിച്ചു? 6. ഞാൻ മുസ്ലിമായിട്ട് ജീവിക്കാൻ തുടങ്ങിയിട്ട് വർഷം എത്രയായി? 36 കഴിഞ്ഞു. നിങ്ങൾ 10, 20 കഴിഞ്ഞവരുണ്ട്, 30 കഴിഞ്ഞവരുണ്ട്, 40 കഴിഞ്ഞവരുണ്ട്, 50 കഴിഞ്ഞവരുണ്ട്, 60 കഴിഞ്ഞാലും കൂട്ടത്തിലുണ്ടോ? കൈവക്കാൻ വന്നാൽ പൊക്കൂല. 60 കഴിഞ്ഞാലും ഉണ്ടാ? കൈവക്കി ഉപ്പന്ന് പൊക്ക്. ഇനി നിങ്ങൾക്ക് 60 ആയില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ പിന്നെ സന്തൂർ തേച്ച് കുളിക്കണം എന്ന് പറയേണ്ടി വരും. 60, 70 കഴിഞ്ഞാ? എത്ര? 88 സൂര്യോദയം കണ്ട മനുഷ്യനാണത്. എത്ര സൂര്യോദയം? 88 വർഷത്തെ സൂര്യോദയം കണ്ട മനുഷ്യനാണിത്. നമ്മൾ മുസ്ലിമായി ജീവിക്കാൻ എത്ര നാളായി? സഹോദരിമാരെ എത്ര നാളായി? 80ഉം 50ഉം 60ഉം 36 കഴിഞ്ഞു. സഅദ് ബിൻ മുആദ് എന്ന ചെറുപ്പക്കാരൻ 30ാമത്തെ വയസ്സിലെ മുസ്ലിമായത്, 36ാമത്തെ വയസ്സിൽ വഫാത്തായി. മുസ്ലിമായി ജീവിച്ചത് എത്ര വർഷം? മുസ്ലിമായി ജീവിച്ചത് 6 വർഷമാ. മുസ്ലിമായി 6 വർഷം മരിച്ച 30ാമത്തെ വയസ്സിൽ മുസ്ലിമായി 36ാമത്തെ വയസ്സിൽ വഫാത്തായി. 6 വർഷം മുസ്ലിമായി ജീവിച്ച മനുഷ്യൻ മരിച്ചപ്പോഴാണ് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്, ആ മനുഷ്യൻ മരിച്ചപ്പോ അള്ളാഹുവിന്റെ അർശ് പോലും കുലുങ്ങിപ്പോയി. 6 വർഷത്തെ ജീവിതം കൊണ്ട് പടച്ചറപ്പിന്നെ അർശിനെ കുലുക്കാൻ കഴിഞ്ഞവർ. നീ ആരായിട്ടെന്ത്? ഞാൻ നാളെ മരിച്ചോന്നറിയില്ല. സഹോദരങ്ങളെ, ഞാൻ ഇന്നലെ ഇതേ സമയത്ത് പ്രസംഗിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലാണ്. അവിടെ ഇതേപോലെ ചെറുപ്പക്കാരുടെ സംഘടന നടത്തിയവള് കൂട്ടുകാർ വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ ദുആ ചെയ്യണം. ഈ പ്രസംഗത്തിന് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി മരിച്ചുപോയി. എങ്ങനെയാ മരിച്ചത്? പോസ്റ്റർ ഒട്ടിച്ചിട്ട് തിരിച്ചു വന്നതാണ്. സാധാരണ നമ്മൾ തുമ്മുന്നത് പോലെ ഒന്ന് തുമ്മിയപ്പോ രക്തം വെളിയിൽ വന്നു. ആ കുട്ടി അവിടെ വീണു മരിച്ചു.
തുമ്മിയതാണ്. ആ കുട്ടി അവിടെ വീണു മരിച്ചു. ഞാൻ നാളെ മരിച്ചാൽ ഏത് അർശാണ് കരയുന്നത്? 6 വർഷത്തെ ഇസ്ലാം കൊണ്ട് മരിക്കുന്ന സമയത്ത് ആ മനുഷ്യന്റെ റൂഹ് വിട പറഞ്ഞപ്പോ ആകാശത്തിൽ പടച്ചിറപ്പിന്റെ അർശ് കുലുങ്ങിയില്ലേ? ലക്ഷക്കണക്കിന് മലക്കുകൾ ഭൂമിയിലേക്ക് വന്നില്ലേ മയ്യത്ത് നിസ്കരിക്കാൻ? 6 വർഷം മുസ്ലിമായി ജീവിച്ചിരുന്ന ആ മനുഷ്യന്റെ മയ്യത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കാൻ 10,000 മലക്കുകൾ വന്നപ്പോ കാല് ചവിട്ടാൻ സ്ഥലമില്ലാതെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാല് പൊന്തിച്ചു പിടിച്ച് നടന്നു പോയില്ല മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് എത്ര നാള് ജീവിച്ചെന്നല്ല, എത്ര മനോഹരമായി ജീവിക്കാൻ കഴിഞ്ഞെന്നാ. ഏത് സമയത്ത് മരിച്ചാലും, ഏത് സമയത്ത് വിട പറഞ്ഞാലും, ആ സമയത്ത് സ്വന്തം വീടിന്റെ ഉമ്മറപ്പടിയുടെ മുകളിൽ വെള്ളത്തുണിയിൽ പൊതിഞ്ഞിട്ട് കിടക്കുമ്പോ മരണമാണ് നന്നാവേണ്ടത്, മരണമാണ് നന്നാവേണ്ടത്. അബൂലുലുആ എന്ന മതഭ്രാന്തൻ കുത്തേറ്റ് കുടൽമാല വെളിയിലേക്ക് ചാടി മകനായ അബ്ദുല്ലാഹിബ്നു ഉമറിന്റെ മടിയിൽ തലവെച്ച് കിടക്കുമ്പോ ബോധം വീഴുന്നുണ്ട്, ഇടയ്ക്ക് ബോധം നഷ്ടപ്പെടുന്നുണ്ട്. ബോധം വീണപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോനെ അബ്ദുല്ലാ, നിന്റെ വാപ്പയുടെ ശിരസെടുത്തിട്ട് മണ്ണിലേക്ക് വെക്കുമോനെ. എന്തിനാ വാപ്പാ? നിന്റെ വാപ്പ നിസ്സാരക്കാരനായിട്ട് മരിച്ചു പോകട്ടെ. നിന്റെ വാപ്പ ഒരു കാലത്ത് തെമ്മാടിയാണ്, നിന്റെ വാപ്പ ഒരു കാലത്ത് കള്ളു കുടിച്ച് നടന്നവനാണ്. അവൻ മരിക്കും അവന്റെ തല ഒരു മനുഷ്യന്റെ മടിയിലല്ല, ഉമറിന്റെ ശിരസ് പച്ചമണ്ണിലിരിക്കട്ടെ. അതുകൊണ്ട് എന്റെ ശിരസ് എടുത്തിട്ട് മണ്ണിൽ വെക്കാൻ പറഞ്ഞു സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. എന്നിട്ട് മകനോട് പറഞ്ഞു, കുടൽമാല വെളിയിലേക്ക് കിടക്കുകയാണ്. ആ കുടൽമാല ഇടത്തെ കൈ കൊണ്ട് തന്റെ വയറ്റിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് മകനോട് പറഞ്ഞു, മകനെ അബ്ദുല്ലാ, ഞാൻ മരിച്ചാലും മയ്യത്ത് കുളിപ്പിക്കുന്ന വെള്ളത്തിൽ കർപ്പൂരം ചേർക്കാൻ പാടില്ല. നിസ്സാരക്കാരനായിട്ടേ ഉമറിനെ ഖബറടക്കാവൂ. ഇത് കേട്ട സഹാബത്ത് പൊട്ടിക്കരഞ്ഞു. ഈ മനുഷ്യൻ ഒരു കാലത്തെ മദ്യപാനിയുടെ അവസാനത്തെ മരണമാണ് പറയുക. കുടൽമാല മുഴുവനും വെളിയിലോട്ട് വീണ് കിടക്കുന്ന കുടൽമാല എടുത്തേ കൈകൊണ്ട് വയറ്റിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് താഴെ കിടക്കുന്ന ഈത്തപ്പന മരത്തിന്റെ ഒരു ഓല കയ്യിലെടുത്തു. എന്നിട്ട് കരയാൻ തുടങ്ങി. യാ ലൈതനീ കുന്തു മിഥില ഹാദാ, യാ ലൈതനീ കുന്തു മിഥില ഹാദാ. അല്ലാഹുവേ, ഞാൻ ഇതേപോലെ ഒരു ഈത്തപ്പന മരത്തിന്റെ ഓലയായിരുന്നെങ്കിൽ നാളെ ഞാൻ നിന്റെ മുമ്പിലേക്ക് വരികയാണ്, മഹ്ശറയിൽ നിൽക്കുകയാണ്. അല്ലാഹുവേ, ഞാൻ എൻ്റെ ജീവിതത്തെ കുറിച്ച് നിന്നോട് കണക്ക് പറയേണ്ടി വരുമായിരുന്നില്ലല്ലോ അല്ലാ. മരിക്കുന്ന നേരത്ത് റബ്ബേ, കുട്ടൽമാല താഴെ വീഴുമ്പോഴും വേദന അറിഞ്ഞില്ല. ഈത്തപ്പന മരത്തിന്റെ ഓലയെടുത്ത് കയ്യിൽ വെച്ചിട്ട് യാ ലൈതനീ കുന്തു മിഥില ഹാദാ, ഞാനൊരു ഈത്തപ്പന മരത്തിന്റെ ഓലയായി നീ എന്നെ ജനിപ്പിച്ചിരുന്നെങ്കിൽ ഞാനിതാ മരിക്കാൻ പോകുന്നു, ആഖിറത്തിൽ നിന്റെ മുമ്പിലേക്ക് വരിക. ഉമറിന്റെ അവസ്ഥ എന്താണെന്നറിയില്ല റബ്ബേ. അല്ലാഹുവേ, പാതിരാത്രി വൃദ്ധയുടെ കാട്ടം പോലും ആഖിറത്തെ ഓർത്തിട്ട് കൊടുത്ത മനുഷ്യന്റെ അവസാനത്തെ സമയം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, അല്ലാഹുവേ, എനിക്കറിയില്ല തമ്പുരാനെ നാളെ ആഖിറത്തിന്റെ അവസ്ഥ എന്താന്ന്. എൻ്റെ പൊന്നു ചെറുപ്പക്കാരാ, ഈ രാത്രിയും പകലും ആഭാസം ചെയ്ത് മാഹിയിലെ പെണ്ണിനെ കണ്ടുക, ചൊക്ലിയിലെ പെണ്ണിനെ കണ്ടുക, കണ്ടില്ലെങ്കിൽ ഇങ്ങോട്ട് വാ. എന്തടി പെണ്ണിനെ കാണിച്ചു കൊടുക്കാൻ പോണത്? ആഭാസത്തിന് ഇന്ന് ലോകത്തിന്റെ അവസ്ഥ. മൈനസിന് പ്രചാരം കൂടുക, മൈനസിന് പ്രചാരം കൂടുക. എന്തടി പെണ്ണെ കാണിച്ചു കൊടുക്കാൻ പോവുക? പാതിരാവിന്റെ സമയത്തിൽ അരക്കി പോട്ട് തുണിയില്ലാത്ത ആഭാസംസ്കാരത്തിന്റെ സംസ്കാരം പഠിപ്പിക്കാൻ മാഹിയിലെ പെണ്ണിനെ കണ്ടുക, ചൊക്ലിയിലെ പെണ്ണിനെ കണ്ടുക, കണ്ടില്ലെങ്കിൽ ഇങ്ങോട്ട് വാന്ന് വിളിക്കുമ്പോ എന്റെ പെണ്ണെ കാണാത്തതേടാണ് നീ കാണിച്ചു കൊടുക്കുക. അത് നിന്റെ ശരീരത്തിന്റെ തൊലിയുടെ വെളുപ്പാണെങ്കിൽ ആ തൊലി വെളുപ്പ് ഏതുവരെയാ പെണ്ണെ? 6 അടി മണ്ണിൽ കൊണ്ടുപോയി മണ്ണിട്ട് മൂടിയാല് 4 ദിവസം കഴിഞ്ഞാല് പുഴുക്കൾ തിന്നുന്ന ഈ പച്ചമാംസമാണോ നീ കാണിച്ചു കൊടുക്കാൻ പോവുക? ഇല്ല 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 ഇല്ല. അതുകൊണ്ട് മരണമാണ് നന്നാവേണ്ടത്. ലോകം കണ്ട ഏറ്റവും വലിയ തമ്മാടി, ലോകത്തിലെ സ്വർഗം കണ്ട് മരിച്ച കഥയാണ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്
റളിയല്ലാഹു തആല അൻഹു. അല്ലാഹു നമുക്കും അതേപോലെയുള്ള വിടവാങ്ങൽ അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ ഒരു ദിവസം നമ്മളും മരിക്കും. ആ മരിക്കുന്ന സമയത്ത് സ്വർഗം കണ്ട് പുഞ്ചിരിയോടെ മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നാളെ മരിച്ചു എന്ന് കേട്ടാൽ അഹമ്മദ് കബീർ ഇന്ന് വീട്ടിൽ പോയി മരിച്ചു എന്ന് കേട്ടാൽ നിങ്ങളും വരില്ലേ? വരില്ലേ? അഹമ്മദ് കബീർ വീട്ടിൽ പോയി നാളെ രാവിലെ കേൾക്കുന്ന വാർത്ത മരിച്ചു എന്നാണ്, കാണാൻ നിങ്ങൾ വരില്ലേ? ആളുകളോട് ആരോ പറഞ്ഞ് കളക്ടറിന്റെ അമ്മ മരിച്ചു. ആളുകളോടാണുടങ്ങി കളക്ടറിന്റെ അമ്മയുടെ മൃതദേഹം കാണാൻ ആളുകൾ ഓടിപ്പോകവെയാണ്. വടിയിൽ വെച്ച് ആരോ പറഞ്ഞത് കളക്ടറിന്റെ അമ്മയല്ല മരിച്ചത്, സാക്ഷാൽ കളക്ടറാണ് മരിച്ചത്. പോയവരെല്ലാം തിരിച്ചു പോകാണ്ടിടങ്ങി. കളക്ടർ മരിച്ചു പോയെങ്കിൽ പിന്നെ ആരെ കാണിക്കാനാണ് പോകുന്നത്? കളക്ടറിന്റെ അമ്മ മരിച്ചപ്പോ കാണാൻ പോയില്ലെങ്കിൽ കളക്ടർ വിചാരിക്കില്ല ഇവനൊന്നും വന്നില്ലല്ലോ എന്ന്. പിന്നെ നാളെ അവന്റെ കയ്യിൽ നിന്ന് ആനുകൂല്യം കിട്ടില്ല. ഇനി കളക്ടർ തന്നെ മരിച്ചാൽ പിന്നെ ആരെ കാണിക്കാനാണ് മയ്യത്ത് കാണാൻ പോകുന്നത്? ഇങ്ങോട്ട് നോക്ക് മനുഷ്യരെ, ഇങ്ങോട്ട് നോക്ക്. മരിച്ചു എന്ന് വാർത്ത അറിയുമ്പോ പലപ്പോഴും കാണാൻ പോകുന്നത് അവൻ എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചിട്ടാ അല്ലേ? ഒന്നും ആത്മാർത്ഥത ഇതിനൊന്നുമില്ല, ആത്മാർത്ഥത ഇതിനൊന്നുമില്ല. ആളുകൾ കാണാൻ പോകുന്നത് എന്താ? ബാക്കവിയുടെ ഉമ്മ മരിച്ചു, അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ, ദീർഘായുസ് കൊടുക്കട്ടെ. ഇർഷാദ് മൗലവി വരും. എന്താ കാര്യം? ഞങ്ങൾ ഇത്രയും വലിയ അടുത്ത സുഹൃത്തുക്കളായിട്ടൊന്ന് പോയില്ലെങ്കിൽ കാഞ്ഞാർ എന്ത് വിചാരിക്കും? അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരു മരണമുണ്ടായി, കാഞ്ഞാറ് പോകും. കാര്യം എന്താ? അദ്ദേഹം എന്ത് വിചാരിക്കും? പക്ഷേ ഇർഷാദ് മൗലവി മരിക്കുമ്പോ, കാഞ്ഞാറ് മരിക്കുമ്പോ, അവൻ മരിച്ചിട്ട് കിടക്കുമ്പോഴാണ് ചിന്തിക്കും മനുഷ്യർ. കൂടുതലൊന്നും പറയാനില്ല. ശുജായി പറഞ്ഞതുപോലെ ബുദ്ധി കൂർമ്മതയുള്ളവർ കൽപ്പമാത്രം പോരെ. താവനവ മരിച്ചു കിടക്കുമ്പോ ലോകം കണ്ട ഏകാധിപതിയാണ് വിൻസെന്റ് ഗോമസ്. ആ വിൻസെന്റ് ഗോമസ് മരിച്ചു എന്ന് വാർത്ത പറഞ്ഞു ഏകാധിപതി. ആളുകൾ മുഴുവനും വന്ന് നോക്കുമ്പോ വിൻസെന്റ് ഗോമസ് മരിച്ചു കിടക്കുകയാണ്. അയാളുടെ അടുക്കൽ വന്നിട്ട് ആളുകൾ പറയാൻ തുടങ്ങി, ഇവൻ ചത്തുപോയല്ലോ, ഇവനെ കൊണ്ടത്ര പൊറുതിമുട്ടിയ ഏകാധിപതിയാണ് ഇവന്, ഇവന്റെ ശല്യം ഒടിഞ്ഞല്ലോ. അയാള് ചാടി എഴുന്നേറ്റ് കയ്യിലിരിക്കുന്ന തോക്കുകൊണ്ട് ആ പറഞ്ഞ മുഴുവനും വെടിവെച്ചിട്ടു. എന്നിട്ട് അയാൾ പറഞ്ഞ്, എന്നെ എതിർക്കുന്നവൻ ആരെന്നറിയാൻ, ഞാൻ വെറുതെ മരിച്ചെന്ന് പറഞ്ഞതാണ് എന്ന് പറഞ്ഞ ഏകാധിപതികൾ ജീവിച്ച രാജ്യമാണ് ഈ രാജ്യം. അതുകൊണ്ട് സഹോദരാ, അവനവൻ മരിക്കുമ്പോ അവനവന്റെ മയ്യത്തിന്റെ പുറകിൽ 10,000 വരണം. ഞാൻ മരിച്ചു എന്നറിഞ്ഞാൽ എൻ്റെ വീടിന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങൾ അവിടേക്ക് വരില്ലേ? അവിടെ വരുമ്പോ ഈ മുഖത്ത്, ഈ സ്ക്രീനിലൂടെ നിങ്ങൾ കാണുന്ന മുഖത്ത് വെള്ളത്തുണി കൊണ്ട് മറച്ചിട്ടിട്ടുണ്ട്. മുഖത്തിട്ട മുണ്ടും ചിലര് വന്നുയർത്തുന്നേ. നിങ്ങൾ വന്നിട്ട് ആദ്യം മുഖം കാണണം. മരിച്ച ആളുടെ മുഖമാണ് കാണേണ്ടത്. തുണി അങ്ങോട്ട് മാറ്റുമ്പോ അവന്റെ മുഖത്ത് നോക്കിയിട്ട് പറയാൻ കഴിയണം, മരിച്ചിട്ട് കിടക്കാന്ന് തോന്നൂല, ചിരിച്ചോണ്ട് കിടക്കാന്ന് തോന്നുമെന്ന് പറയാൻ. അതാണ് മരണം. മുഖത്ത് നോക്കിയിട്ട് പറയണം, അല്ലാഹുവേ അവൻ മരിച്ചിട്ട് കിടക്കാന്ന് തോന്നൂല, മരിച്ചിട്ട് കിടക്കാൻ തോന്നൂല, അവൻ ചിരിച്ചോണ്ട് കിടക്കാം. എന്റെ പ്രിയപ്പെട്ട വന്ദ്യനായ ഗുരുനാഥൻ ബഹുമാനപ്പെട്ട ശൈഖുന കോയ ഉസ്താദ് പൂന്തുറ വഫാത്തായി. എന്നെ ഞാനാക്കി മാറ്റിയ 17ാമത്തെ വയസ്സിൽ എൻ്റെ തലയിൽ കൈവച്ചിട്ട് എൻ്റെ മോൻ പോയി പ്രസംഗിച്ചോ എന്ന് പറഞ്ഞ് വിട്ടതാണ്. ഇന്ന് വർഷങ്ങളായി ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. ഒരു തുണ്ട് പേപ്പർ പോലും വെച്ചിട്ട് ഞാൻ നോക്കി പ്രസംഗിച്ചിട്ടില്ല. ഇത് മുഴുവനും പണ്ടങ്ങോ വായിക്കുകയും പറയുകയും ചെയ്ത ഓർമ്മയാണ്. അല്ലാതെ ഒരു പ്രസംഗത്തിന് വേണ്ടി ഇന്നേ വരെ തയ്യാറെടുത്തിട്ടില്ല. അത് പഴയ വായനയുടെ ഓർമ്മകളാണ്. അതാ മനുഷ്യന്റെ കൈതൊട്ടതിന്റെ ബറക്കത്താണ്. ആലുവ തോട്ടക്കാട്ടുകര പള്ളിയുടെ വലതുഭാഗത്ത് കിടക്കുന്നുണ്ട് ആ പ്രിയപ്പെട്ട മഹാന്. അള്ളാഹു ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ, അള്ളാഹു ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ. അവരൊന്നുമില്ലെങ്കിൽ ഞാനെന്ന് പറയുന്ന മനുഷ്യരിങ്ങുണ്ടാവില്ല. എൻ്റെ ഈ പ്രിയപ്പെട്ട മുഹമ്മദ് മൗലവിയുടെയും ഉസ്താദാണ്. അപ്പൊ ഞങ്ങളുടെ ഗുരുനാഥന് പുറത്തു കൊടുക്കട്ടെ. തോട്ടക്കാട്ടുകര പള്ളിയുടെ ഖബർസ്ഥാനിലേക്ക് ഉസ്താദിന്റെ മയ്യത്തിറക്കുമ്പോ ആ മുഖത്ത് നോക്കുമ്പം എന്തോ ഒരു പുഞ്ചിരിയാണ്. അനുശോചന യോഗത്തിനാണ് ആ പള്ളിയുടെ പ്രസിഡന്റ് പറഞ്ഞത്. കോയ ഉസ്താദ് മരിച്ചു എന്നറിഞ്ഞിട്ട് കാണാൻ പോയപ്പോ കോയ ഉസ്താദ് മരിച്ചു കിടക്കുന്ന കാഴ്ച കണ്ടപ്പോ എനിക്കും മരിക്കാൻ കൊതി തോന്നിപ്പോയെന്ന്.
ആരുടെ കുട്ടിയെ? തിരുവനന്തപുരത്ത് ജീവിച്ചിരുന്ന മനുഷ്യന്റെ കഥയാണിത്. 3 മാസം മുമ്പ് ആ മനുഷ്യൻ മരിച്ചു കിടക്കുന്നത് കണ്ടപ്പോ ആളുകൾ പറഞ്ഞു, ഞങ്ങൾക്ക് മരിക്കണമെന്ന് കൊതി തോന്നിപ്പോയി. അങ്ങനെ മരിക്കണം. ജീവിതത്തിൽ ആർക്കും ആരുമാവാം, കോടീശ്വരനാകാം, ലക്ഷാധിപതിയാവാം, അതിനൊന്നും വേണമെന്നില്ല. ബിസിനസ് ചെയ്യാം, ലാഭം കിട്ടാം, വസ്തുക്കച്ചവടം ചെയ്യാം, ഗൾഫിന്റെ വരുമാനം ഉണ്ടാവാം. കോടിപതിയാവാനും ലക്ഷാധിപതിയാവാനും മുഖ്യമന്ത്രിയാവാനും പ്രസിഡന്റ് ആവാനും ഒരു ബുദ്ധിമുട്ടുമില്ല, അതാർക്കും കിട്ടും. പക്ഷെ ഈ ഭാഗ്യം മാനസാന്തരം വന്നവനെ കഴിയൂ. മരിക്കുന്ന സമയത്ത് മുഖത്ത് വന്ന് തുണി തുക്കി നോക്കിയിട്ട് പറയണം, ഇവൻ മരിച്ചിട്ട് കിടക്കാന്ന് തോന്നൂല. പറ, എന്തിനായി വെള്ളിയാഴ്ച വന്നത്? പറയണം, അല്ലാഹുവേ അല്ലാഹുവേ ദിനാരാവണം, അവന്റെ തെറ്റുകൾ മാറണം. ഗുനാഹോं की आदत छुड़ा मेरे मौला, मुझे नेक इंसान बना मेरे मौला. എന്റെ സർവ്വപാപങ്ങളും പുറത്തിട്ട് റബ്ബേ മരിക്കുന്ന സമയം മുത്തക്കിയായി പുഞ്ചിരിയോടെ മരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. അവസാനം എൻ്റെ മയ്യത്ത് വീട്ടിൽ നിൽക്കുകയാണ്. എൻ്റെ ഉമ്മ കിടന്ന് കരയുകയാണ്. എൻ്റെ ഉമ്മ ഉറക്കെ കരയുകയാണ്. ഇതേവരെ നിങ്ങളിൽ ആരെങ്കിലും നിങ്ങൾ ആരെങ്കിലും കണ്ട് കേട്ടിട്ടുണ്ടോ നിങ്ങളുടെ ഉമ്മ ഉറക്കെ നിലവിളിക്കുന്നത്? കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? നിങ്ങളുടെ ഉമ്മ ഉറക്കെ നിലവിളിക്കുന്ന നിലവിളി ശബ്ദം ആരെങ്കിലും ഉമ്മയുടെ നിലവിളി കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? ഉമ്മ ഉറക്കെ കരയൂല, അതാ ഉമ്മ. ഇവളല്ല, ഈ വെട്ടിയരിഞ്ഞ അമ്മയല്ല, ഉമ്മ, സ്നേഹസ്വരൂപിണിയായ ഉമ്മ. അമ്മ എന്നുള്ള 2 അക്ഷരത്തിൽ ഈ ബ്രഹ്മാണ്ഡ സാഹിത്യമൊക്കെ കുറിപ്പതായി. ഉമ്മ ഒരിക്കലും ഉറക്ക നിലവിളിച്ച കരയെ നമ്മൾ ഇന്നവരെ കേട്ടിട്ടില്ല. ഉണ്ടാ? ഇല്ല. എൻ്റെ ഉമ്മ ഉറക്ക നിലവിളിച്ച് കരഞ്ഞ ഞാൻ ഇതേവരെ കേട്ടിട്ടില്ല. എൻ്റെ ഉമ്മ ഇതേവരെ ഉറക്ക നിലവിളിച്ച് കരയുന്നത് ഞാൻ കേട്ടിട്ടില്ല. ഒരു കൈയിൽ 6 മാസം പ്രായമായി ഒരു മകൻ വയറ്റിന്റെ ഉള്ളിലും 1.5 വയസ്സുകാരൻ വലത്തെ കൈത്തണ്ടയിലും വെച്ച് പ്രിയപ്പെട്ട ഭർത്താവ് വിട പറയുമ്പോ ആ സമയത്തന്നെ മക്കളെ എങ്ങനെ വളർത്തുമെന്ന് വിചാരിച്ചിട്ട് എൻ്റെ ഉമ്മ ഉറക്കെ കരയുന്നത് ഞാൻ കണ്ടിട്ടില്ല. അവിടെ നിന്ന് 20 വർഷം കൂലിപ്പണി ചെയ്തിട്ട് ഈ മക്കളെ വളർത്തി ഹാഫിളാക്കി ആലിമാക്കി അവസാനം കോരിച്ചൊരിയുന്ന പേമാരിയുടെ നടുവ് ഒരു കീറപ്പായിൽ കിടന്നിട്ട് പാതിരാത്രി സമയത്ത് കുണ്ടിൽ വന്ന് വെള്ളം നിറഞ്ഞിട്ട് കിടക്കാൻ കഴിയാതെ പാതിരാത്രിയിൽ പേമാരി ചിതത്ത് തെയ്യുമ്പോ 2 ആമക്കളെ ഇടത്തും വലത്തും കെട്ടിപ്പിടിച്ചിട്ട് തലചായ്ക്കാൻ കഴിയാത്ത സമയത്തും എൻ്റെ ഉമ്മയുടെ കണ്ണിൽ 2 തുള്ളി കണ്ണുനീരേ കണ്ടിട്ടുള്ളൂ. അന്നും അവരെ കരയുന്നത് ഞാൻ കണ്ടിട്ടില്ല. അവസാനം 10ാം ക്ലാസ് SSLC പൂർത്തിയായി നേരെ പോയി 7 മാസം കൊണ്ട് ഖുർആൻ മുഴുവനും മനഃപ്പാഠമാക്കി. ഒരു വെള്ളിയാഴ്ച രാവിലെ കൊച്ചു വീടിന്റെ ഉമ്മറത്തേക്ക് വന്നിട്ട് ഉമ്മ ഞാൻ ഹാഫിള എന്ന് പറഞ്ഞപ്പോ കെട്ടിപ്പിടിച്ചൊരു മുത്തം തന്നിട്ട് കണ്ണിൽ 2 കണ്ണുനീര് തന്നിട്ട് എൻ്റെ കൺമണിയെ നീ എനിക്ക് സ്വർഗത്തിലൊരു കിരീടം തന്നല്ലോ എന്ന് കരഞ്ഞു. അപ്പോഴും 2 കണ്ണുനീര് തുള്ളിയെ നിശബ്ദമായി കൊണ്ടുള്ളൂ. അവസാനം കല്യാണം കഴിഞ്ഞ് എൻ്റെ മക്കളെ താലോലിച്ച് അവർക്ക് മുത്തം കൊടുത്തിരിക്കുമ്പോഴും രാവിലെ ശനിയാഴ്ച ഇറങ്ങിപ്പോയി വെള്ളിയാഴ്ച രാവിലെ വഅ്ള് പറഞ്ഞ് തളർന്ന് സുബഹിക്ക് യാത്ര ചെയ്ത് വീട്ടിലിരിക്കുമ്പോ എൻ്റെ ഉമ്മ കഴിഞ്ഞ ആഴ്ച കെട്ടിപ്പിടിച്ചിട്ട് കരഞ്ഞു, മോനെ എങ്ങനെ ഇരുന്ന ശരീരമാണ് യാത്ര ചെയ്ത് വഅ്ള് പറഞ്ഞ് ഈ കോലമായല്ലോ, ഇനിയെങ്കിലും ഒന്ന് വീട്ടിലിരുന്നു കൂടെ എന്ന് പറഞ്ഞ് ആ കണ്ണിൽ വെള്ളം നിറയുന്നത് ഞാൻ കണ്ടു. ഇന്നേ വരെ ഈ 36 വർഷത്തിൻ്റെ ഇടയിൽ എൻ്റെ കഥ പറഞ്ഞത് നിങ്ങളുടെ ഉമ്മ ഓർക്കാനാണ്. ഈ 36 വർഷത്തിൻ്റെ ഇടയിൽ എൻ്റെ ഉമ്മ ഉറക്കെ കരയുന്നത് ഞാൻ ഇതേവരെ കേട്ടിട്ടേ ഇല്ല. പക്ഷേ നാളെ 3 വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് അഹമ്മദ് കബീറിന്റെ മയ്യത്തെടുക്കുകയാണ്. ആ സമയത്ത് മോദിയും വിളിച്ചു പറഞ്ഞു, എല്ലാവരും കാണേണ്ടവരെല്ലാം കണ്ടോ, മയ്യത്തെടുക്കാൻ പോവുകയാണ്. കെട്ടി 3 കെട്ടും മുറുക്കി കെട്ടി 6 കാല് കട്ടിലിൽ നിന്നെയും കെട്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുറക്കെ ചൊല്ലി ഭാര്യ മക്കളോട് പോലും വിടയും ചൊല്ലി പള്ളിക്കാട്ടിലേക്കാണ് യാത്ര. പരലോകത്തെ
പള്ളിയിലേക്കുള്ള യാത്ര. പള്ളിക്കാട്ടിലേക്ക് പോവുകയാണ്, നന്നാട്ടുകാവ് പള്ളിയുടെ പുറകിലെ ഖബർസ്ഥാനിലേക്ക് നിന്റെ ഒടുക്കത്തെ യാത്ര പോവുകയാണ്. എല്ലാവരും പറഞ്ഞു കാണേണ്ടവര് കണ്ടോ. ആ സമയത്തിന്റെ ഭാര്യ ഉറക്കെ കരയുന്നുണ്ട്, എന്റെ മക്കള് പുറകിൽ നിന്ന് വിളിക്കുന്നുണ്ട് വാപ്പാ. പക്ഷേ 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 യുനാദൂന ഖൽഫൽ ഐശി മൻ ലാ യുജിബുഹും വഖുർബുക ഫിദ്ദുനിയാ സരീഉൽ ഇജാബതി. എന്റെ മക്കളോട് മറുപടി പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ എന്റെ തൊണ്ടയിലെ വെള്ളം വെട്ടിപ്പോ. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ സമയത്താണ് വീടിന്റെ ഉള്ളിൽ നിന്ന് ഉറക്ക ഒരു നിലവിളി കേട്ടത്. അതെന്റെ ഉമ്മയുടെ നിലവിളിയാണ്. ക്ഷമ വിട്ട ഉമ്മയും പൊന്നുമകനെ എന്നെ കൈവിട്ടു പോയോ കാണലെന്നാ നിന്നെ. ക്ഷമ വിട്ട ഉമ്മയും പൊന്നുമകനെ എന്നെ കൈവിട്ടു പോയോ കാണലെന്നാ നിന്നെ. കൺമണിയെ നീ പോവുകയാണോ? മടിത്തട്ടിലിരുത്തി നിനക്ക് ഞാൻ അമ്മയും ഞെപ്പാല് തന്നത് മുതൽ ഇന്നീ വാർദ്ധക്യകാലത്തൊരു തുള്ളി ഭക്ഷണം എനിക്ക് തന്നത് നീയാണ്. കൺമണിയെ മണ്ണിൻ്റെ അടിയിലേക്ക് നീ പോവുകയാണോ? എൻ്റെ കണ്ണേ കരളെ, ഇനി എന്നാണ് ഈ ഉമ്മ ഈ പൊന്നുമോനെ കാണുക? എന്നാണ് എൻ്റെ ഉമ്മയുടെ നിലവിളി ആദ്യം ഉച്ചത്തിൽ ഞാൻ കേട്ടത്. എന്നാണ് നമ്മുടെ ഉമ്മ ജീവിതത്തിൽ ആദ്യമായി ഉറക്ക കരഞ്ഞത്. ഉമ്മ ഉറക്ക കരയും, ഭാര്യ കെട്ടിപ്പിടിച്ചു കരയും, ജീവിതത്തിൽ വന്നിട്ട് എന്നെ ഒറ്റയാക്കി പോയല്ലോ. മക്കള് നെഞ്ചത്തടിച്ച് കരയും. മലയാളത്തിൻ്റെ സിനിമാ നടൻ പറഞ്ഞു, മക്കളോട് ഞാൻ പറയാറുണ്ട്, മക്കളെ വാപ്പ മരിക്കുമ്പോൾ നിങ്ങൾ വാപ്പാടെ മയ്യത്തി പിടിച്ച് കരയരുത്, വാപ്പ മരിക്കുമ്പോൾ നെഞ്ചും വിരിച്ചിട്ടാ കിടക്കണേന്ന്. മരിച്ച ആരുടെ നെഞ്ചാടാ വിരിയാത്തത്? ഏത് മെലിഞ്ഞവനും മരിച്ചാൽ അവൻ തടിച്ചു വീർക്കും, അവൻ്റെ നെഞ്ച് വീർക്കും. മക്കൾ കരയുന്നുണ്ട്. ആ സമയത്ത് എനിക്ക് ചിരിക്കണം. എനിക്ക് എൻ്റെ ഭാര്യ കരയുന്നു, എൻ്റെ മക്കൾ കരയുന്നു, നിന്റെ ഭാര്യ കരയുന്നു, നിന്റെ മക്കൾ കരയുന്നു, നിന്റെ ഉമ്മ നിലവിളിക്കുന്നു, കൂട്ടുകാർ കരയുന്നു. ആ സമയത്ത് ഞാനാണെങ്കിലോ പള്ളിക്കാട്ടിലേക്ക് സന്തൂക്ക് കെട്ടില് പോവുക. ആ സമയത്ത് എല്ലാവരും എൻ്റെ പുറകിൽ നിന്ന് കരയുമ്പോൾ മയ്യത്ത് കെട്ടിൽ മലന്ന് കിടന്നിട്ട് എനിക്ക് ചിരിക്കണം, ആത്മാവിന് ചിരിക്കണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ, അള്ളാഹു തൗഫീക്ക് നൽകട്ടെ, അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. തൊട്ടു മുമ്പ് ആ അമ്മയും രണ്ട് മക്കളും ഈ റോഡിലൂടെ പോയതാ. അവരറിഞ്ഞിട്ടില്ല മരണത്തിൻ്റെ ദൂതൻ അവിടെ എവിടെയോ പതിയിരുന്നെന്ന്. നമുക്കും അറിയില്ല തിരിച്ചു വീട്ടിലെത്തുമോന്ന്. അറിയോ? അറിയില്ല. അള്ളാഹു നമ്മുടെ ജീവിതം നന്നാക്കി തരട്ടെ. അതുകൊണ്ട് എങ്ങനെ ജീവിച്ചാലും മാനസാന്തരമെന്ന് നല്ലവനായി മരിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. നാളെ എല്ലാവരും പൊട്ടിക്കരയുമ്പോൾ ആ സമയത്ത് സന്തൂക്കിലിരുന്ന് ചിരിക്കണമെങ്കിൽ ജീവിതത്തിൽ നന്മ ചെയ്യണം. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرد به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. അർഹമ റഹീമായ അല്ലാഹുവേ, പരമദയാലുവായ തമ്പുരാനെ, അല്ലാഹുവേ, ഞങ്ങളുടെ സർവ്വവിധ പാപങ്ങളും നീ പുറത്തു മാപ്പാക്കി തരണേ അല്ലാ. ഭാവി ജീവിതം പാപരഹിതമാക്കി തരണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ എത്രയോ ആളുകളുണ്ട്. അതിൽ ഞങ്ങളുടെ ബന്ധുമിത്രാദികളുണ്ട്, സഹോദരീ സഹോദരന്മാരുണ്ട്, ഞങ്ങളെ സഹായിച്ചവരും സഹകരിച്ചവരുമുണ്ട്. അവരുടെ ഖബറിടം നീ വിശാലമാക്കണേ അല്ലാ. ഞങ്ങളിവിടെ ഓതിയ സ്വലാത്തിൻ്റെ ദിക്റിൻ്റെ പ്രതിഫലം അവരുടെ ഖബറിലേക്ക് നീ എത്തിക്കണേ അല്ലാ. പടച്ചവനെ, കൂട്ടത്തിൽ എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദുണ്ട്. റബ്ബേ, ആ ഖബറിടം നീ വിശാലമാക്കണേ തമ്പുരാനെ. സ്വർഗീയ പ്രതിഫലം നീ നിറച്ചു കൊടുക്കണേ അല്ലാഹുവേ. സ്വർഗത്തിൻ്റെ പരിമളം ആസ്വദിപ്പിക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളിൽ രോഗികളായി കഴിയുന്നവരെ രോഗം നീ ശിഫയാക്കണേ അല്ലാഹുവേ. ഇവിടെ സദക്ക ചെയ്ത ധാരാളം ആളുകളുടെ ലിസ്റ്റ് ഇവിടെ കൊണ്ടുവരപ്പെട്ടു. അവരാരാണ്, അവരുടെ ആഗ്രഹം എന്താണെന്ന് നിനക്ക് നന്നായിട്ടറിയാം തമ്പുരാനെ.
അള്ളാഹുവേ അവരെ ആഗ്രഹങ്ങൾ സബലീകരിക്കണേ അല്ലാ. അവർ ചെയ്ത സദക്കകൾ സ്വീകരിച്ച് ഏതൊക്കെ പ്രയാസങ്ങളുണ്ടോ അതിൽ നിന്ന് കരകയറ്റണേ തമ്പുരാനെ, കരകയറ്റണേ തമ്പുരാനെ. അതിൽ മാരകമായ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, രോഗങ്ങൾ നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ. പടച്ചവനെ, ക്യാൻസർ, ബ്രെയിൻ ട്യൂമർ, ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള മാരകമായ രോഗത്തിൻ്റെ പിടിയിലമർപ്പെട്ടവർ നീ മോചനം നൽകണേ അല്ലാ. പടച്ചവനെ, രോഗം തരുന്നവൻ നീയാണ്, അത് ശിഫയാക്കാൻ കഴിവുള്ളത് നിനക്ക് മാത്രമാണ്. റബ്ബേ, ഞങ്ങളിൽ ആർക്കും ഞങ്ങളുടെ ആരോഗ്യം നഷ്ടപ്പെട്ടു പോകുന്ന, ഞങ്ങളുടെ ശരീരത്തിനെ കാർന്ന് തിന്നുന്ന ഒരു രോഗവും വരുത്തല്ലേ അല്ലാ. പടച്ചവനെ, എത്ര ചികിത്സിച്ചാലും ഭേദമാകാത്ത മാരക രോഗം വരുത്തല്ലേ അല്ലാ. മാരകമായ ക്യാൻസർ പിടിപെട്ടിട്ട് വേദന സഹിക്കാൻ കഴിയാത്ത നൂറുകണക്കിന് ആളുകൾ അള്ളാഹുവേ ദുആ കൊണ്ട് വസിയത്തുണ്ട്. ആ സാധുക്കളുടെ വേദനയ്ക്ക് നീ ഒരു അറുതി കൊടുക്കണേ അല്ലാ. ഞാൻ വിട പറയുന്ന അന്നത്തെ ജുമയ്ക്ക് സെൻട്രൽ ജുമാ മസ്ജിദിൽ വന്ന ഒരു സഹോദരൻ, ഉസ്താദെ 13 വർഷം കാത്തിരുന്ന് കിട്ടിയ ആദ്യത്തെ പൊന്നുമോളാണ്. 8 മാസം പ്രായമുള്ള എൻ്റെ പൊന്നുമോളുടെ തൊണ്ടയിൽ ക്യാൻസറാണ്. ഒരു തുള്ളി വെള്ളം തൊണ്ടയിലേക്ക് ഇറ്റ് കൊടുക്കുമ്പോൾ വേദന സഹിക്കാൻ കഴിയാതെ എൻ്റെ പൊന്നുമോള് പൊട്ടിക്കരയുന്നു ഉസ്താദെ എന്ന് പറഞ്ഞിട്ടുണ്ട്. റബ്ബേ, നീ ശിഫ നൽകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളിൽ ആർക്കും മരണം വരെ നീ അങ്ങനെ ഒരു മാരക രോഗം കൊണ്ട് പരീക്ഷിക്കല്ലേ അല്ലാ. നിന്നോട് ഒരു ശുക്റും ഒരു ഇബാദത്തും ഞങ്ങൾ ചെയ്ത്